Welcome to the second part of the video tutorial about the lesson Project Tiger. Let's go through the remaining part of the lesson. Having thought of the scene, ഈ രംഗത്തെക്കുറിച്ചെല്ലാം ആലോചിച്ചുകൊണ്ട്, അതായത് ഗൂബി ആൻഡ് ബഗ എന്നീ കഥാപാത്രങ്ങൾ വനത്തിൽ അലഞ്ഞു നടക്കുന്നു. അവർ ഒരു കടുവയെ കണ്ടുമുട്ടുന്നു. ആകെ പേടിച്ചു വിറക്കുന്നു. എന്നാൽ കടുവ ഇവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു. ഈ രംഗമെല്ലാം മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഈ രംഗം എനിക്ക് ചിത്രീകരിക്കേണ്ടതുണ്ട്, ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. ബട്ട് വേർ were we going to find a tiger? പക്ഷേ ഇതിന് പറ്റുന്ന ഒരു ടൈഗറെ എവിടെ കണ്ടെത്തുമെന്നുള്ളതാണ് ചോദ്യം. ദി ഓബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ്. വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു കടുവയെ കണ്ടെത്താനുള്ള മാർഗം എന്നുള്ളത് ഒരു സർക്കസ് കമ്പനിയിൽ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. ഓബ്വിയസ് മീൻസ് ക്ലിയർ ഓർ ഈസി ടു സീ. കണ്ടെത്താൻ എളുപ്പമുള്ള ഒരു കാര്യം അതായിരുന്നു. സിൻസ് കാരണം they were likely to have trained animals. സർക്കസ് കമ്പനിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ്, പരിശീലനം ലഭിച്ച മൃഗങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സർക്കസ് കമ്പനിയിൽ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു എളുപ്പമാർഗം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ഇൻ റിയാലിറ്റി, യഥാർത്ഥത്തിൽ വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം. ഈ സമയത്താണ് ഭാരത് സർക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സർക്കസ് കമ്പനി കൽക്കട്ട സന്ദർശിക്കുന്നുണ്ടായിരുന്നത്. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. കൽക്കട്ടയിലെ മാർക്കസ് സ്ക്വയറിൽ ഹോൾഡിംഗ് ഷോസ്, പ്രദർശനം കാഴ്ചവെച്ചുകൊണ്ട്, സർക്കസ് പ്രദർശനം കാഴ്ചവെച്ചുകൊണ്ട് ഭാരത് സർക്കസ് സന്ദർശിക്കുന്നുണ്ടായിരുന്നു. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സർക്കസ് കമ്പനിയുടെ തമിഴ് മാനേജർ, തമിഴനായിട്ടുള്ള ഒരു മാനേജറെ കണ്ടുമുട്ടി അയാളുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അങ്ങനെ ഒരു ദിവസം ആ മാനേജറെ കണ്ടുമുട്ടാൻ ഞങ്ങൾ പുറപ്പെട്ടു. ഹി ഗ്രീറ്റഡ് us warmly and ordered South Indian coffee for us. അദ്ദേഹം ഞങ്ങളെ വളരെയധികം ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി ഒക്കെ ഓർഡർ ചെയ്തു. തെക്കേ ഇന്ത്യൻ ശൈലിയിലുള്ള അല്ലെങ്കിൽ രുചിയിലുള്ള ചായയൊക്കെ ഓഫർ ചെയ്ത് ഞങ്ങളെ വളരെയധികം വാമായിട്ട്, ഊഷ്മളമായിട്ട് ഞങ്ങൾക്ക് സ്വീകരണവും നൽകി. The manager heard the reason for our visit. ഞങ്ങളുടെ സന്ദർശനത്തിന്റെ കാരണം മാനേജർ ശ്രദ്ധാപൂർവം കേട്ടു. Then sent for one Mr. Torrance. എന്നിട്ട് ടോറച്ച് എന്നറിയപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ആളെ പറഞ്ഞയച്ചു. മാനേജർ അദ്ദേഹത്തെ വിളിപ്പിച്ചു, മിസ്റ്റർ ടോറച്ച്. He turned out to be the ring master. മിസ്റ്റർ ടോറച്ച് എന്നുള്ള വ്യക്തി ആ സർക്കസിലെ റിംഗ് മാസ്റ്റർ ആണെന്ന് അറിയപ്പെട്ടു. അദ്ദേഹം സർക്കസിലെ പ്രകടനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന റിംഗ് മാസ്റ്റർ ആയിരുന്നു. റിംഗ് മാസ്റ്റർ മീൻസ് കൺട്രോളർ ഓഫ് പെർഫോമൻസ്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹവും ഒരു തെക്കേ ഇന്ത്യക്കാരനായിരുന്നു. വെരി വെൽ ബിൽഡ്, നല്ല ആരോഗ്യമുള്ള ശരീരപ്രകൃതമായ ഉള്ള ഒരു വ്യക്തി. വിത്ത് ഫീച്ചേഴ്സ് സംടൈംസ് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. എന്നാൽ അദ്ദേഹത്തെ കണ്ടാൽ ഒരു നേപ്പാളിയെ പോലുള്ള പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. ഒരുപക്ഷെ അദ്ദേഹം 40-ൽ കൂടുതൽ വയസ്സ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടാൽ 40-ൽ കൂടുതൽ പ്രായം തോന്നിക്കുമായിരുന്നില്ല. ഹി ഷോഡ് us an old scar on his forearm. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ, forearm, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മുറിവിൻ്റെ അടയാളമൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക്. ഹി ഷോഡ് us, അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, an old scar, ഒരു പഴക്കം ചെന്ന അടയാളം, മാർക്ക് ഓഫ് എ വൂണ്ട്, ഒരു മുറിവിൻ്റെ അടയാളമെല്ലാം കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ആ മുറിവിൻ്റെ അടയാളം ഒരു ടൈഗർ ഉണ്ടാക്കിയതാണ്. അതായത് ഒരു ടൈഗറിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് മുറിവേറ്റതാണ്. ആ അടയാളമെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ മാനേജറോടും മിസ്റ്റർ ടോറച്ചിനോടും എല്ലാം പറഞ്ഞു. The shooting was taking place near Shuri in Birbhum.
ബീർഭൂം പ്രദേശത്ത് ഷിയൂരി എന്നുള്ള സ്ഥലത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് എന്നും ഞങ്ങൾ പറഞ്ഞു. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രോവ്. ഇടതൂർന്ന ഒരു മുളം കാട്ടിൽ ഒരു ടൈഗറെ പ്രദർശിപ്പിക്കണം, സിനിമയിൽ അത് കാണിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. All the animal was required to do was come out of the bamboo grove into an open space. ഈ മൃഗം അഥവാ ഈ ടൈഗർ ചെയ്യേണ്ട ഏക കാര്യം ഉള്ളത് ഈ ഇടതൂർന്ന ബാംബു ഗ്രോവിൽ നിന്ന്, മുളം കാട്ടിൽ നിന്ന് ടൈഗർ പുറത്തേക്ക് ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരിക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. ഓൾ ദി ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു, ആ മൃഗം ചെയ്യേണ്ട ഏക കാര്യം എന്നുള്ളത് വാസ് കം ഔട്ട് ഓഫ് ദി ബാംബു ഗ്രോവ്, ആ മുളം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, തുറസായ ഒരു സ്ഥലത്തേക്ക് അത് വരിക. എന്നിട്ട് പേസ് ജെന്റലി ഫോർ എ വൈൽ, അല്പസമയം അതിങ്ങനെ നടക്കണം. പേസ് മീൻസ് വാക്ക്, വളരെ ശാന്തമായിട്ട് ആ കടുവ നടക്കുകയും വേണം. ലുക്ക് അറ്റ് ദി ക്യാമറ ഇഫ് പോസിബിൾ, സാധ്യമാവുകയാണെങ്കിൽ ക്യാമറയിലേക്ക് അതൊന്ന് നോക്കുകയും വേണം. ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ടത് ആ മുളങ്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിലെ ടൈഗർക്ക്, ആ കടുവക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ചോദിച്ചു. മിസ്റ്റർ തോറത്ത് നോഡഡ്, ഇതിന് മറുപടിയായിട്ട് മിസ്റ്റർ തോറത്ത് തലകുലുക്കി സമ്മതിച്ചു. നോഡഡ്, മൂവ്ഡ് ഹെഡ്, തലകുലുക്കി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ഈ കടുവയെ എത്ര സമയത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിവരും? ആസ്ക് ദ മാനേജർ, മാനേജർ ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് hours ഫോർ ദ ഷൂട്ടിംഗ്, ഐ റിപ്ലൈഡ്. ഒരുപക്ഷെ ഷൂട്ടിങ്ങിന് 2 മണിക്കൂർ സമയത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടിവരും എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എ കപ്പിൾ ഓഫ് hours മീൻസ് 2 hours, 2 മണിക്കൂർ സമയം. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി. എന്നാൽ ഈ 2 മണിക്കൂർ എന്നുള്ളത് ഷിയൂരി എന്നുള്ള സ്ഥലത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്കെടുക്കുന്ന സമയത്തിനും പുറമെയായിരിക്കും. അപ്പോൾ 2 മണിക്കൂർ ഷൂട്ടിങ്ങിന് എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്കുള്ള സമയം വേറെയും കൂടുതലായിട്ട് എടുക്കും എന്നർത്ഥം. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. എന്നാൽ യാത്രക്ക് മാത്രം 2 ദിവസത്തിൽ കൂടുതൽ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, should take no more than 2 days, 2 ദിവസത്തിൽ കൂടുതൽ യാത്രക്ക് സമയം എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ the manager agreed, മാനേജർ സമ്മതിച്ചു, to put the tiger in its cage, കടുവയെ അതിന്റെ കൂട്ടിൽ അടയ്ക്കാനും, and send it in a lorry, ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഒരു ലോറിയിൽ അയക്കാനുമൊക്കെ മാനേജർ സമ്മതിച്ചു. He invited us to take a look at the tiger. എന്നിട്ട് സർക്കസ് കൂടാരത്തിൽ ആ ടൈഗർ ഒന്ന് പോയി കാണാൻ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു. Do you think it is going to be easy to set the animal free in the bamboo grove? I couldn't help asking. കടുവയെ സന്ദർശിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു. Do you think it is going to be easy to set the animal free? ഈ മൃഗത്തെ സ്വതന്ത്രമായി വിടുന്നത് എളുപ്പമുള്ള കാര്യമായിരിക്കുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? In the bamboo grove, ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ആ മുളം കാട്ടിൽ ഈ കടുവയെ തുറന്നു വിടുന്നത്, സെറ്റ് ദി ആനിമൽ ഫ്രീ, അതിനെ സ്വതന്ത്രമായിട്ട് വിടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്, എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ് എന്ന് പറഞ്ഞാൽ ഐ കുഡിന്റ് സ്റ്റോപ്പിംഗ് മൈസെൽഫ് ഫ്രം ആസ്കിങ്, എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാനത് ചോദിച്ചു. മിസ്റ്റർ തോറത്ത് ഫ്രോണ്ട്. മിസ്റ്റർ തോറത്ത് എൻ്റെ ചോദ്യം കേട്ട് പുരികം വളച്ച് നെറ്റി ചൊളിച്ചു. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. എനിക്കുറപ്പില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. ഞാൻ ഇന്ന് വരെ ഈ കടുവയെ അതിൻ്റെ കൂട്ടിൽ നിന്ന് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കറിയില്ല അതിനെ സ്വതന്ത്രമായി വിടുന്നത് സുരക്ഷിതമായ കാര്യമാണോ അല്ലേ എന്ന്. ഇത് കേട്ടപ്പോൾ, വാട്ട്, were all our plans going to go down the drain?
എന്ത്? നമ്മുടെ എല്ലാ ശ്രമങ്ങളും പാഴായി പോകുമോ? ഞാൻ ചോദിച്ചു. ഗോ ഡൗൺ ദ ട്രെയിൻ മീൻസ് ബി ടോട്ടലി വേസ്റ്റഡ്. പാഴായി പോവുക, വേസ്റ്റായി പോവുക. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദി ആനിമൽ? എങ്ങനെയാണ് നമുക്ക് ഈ ടൈഗറിൻ്റെ, ഈ കടുവയുടെ ട്രെയിനറെ ആ മൃഗത്തോടൊപ്പം സിനിമയിൽ കാണിക്കാൻ പറ്റുക? അതൊരിക്കലും സാധിക്കില്ല. ഹൗ കുഡ് ഗോപി ആൻഡ് ബഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ? എങ്ങനെയാണ് ഗോപിയും ബഗയും പെട്രിഫൈഡ്, ടെറിഫൈഡ്, പേടിപ്പെടുത്തുക? അവർക്ക് ഭയം കൊണ്ട് അവരെ പേടിപ്പെടുത്തി ചിത്രീകരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇഫ് ദ സപ്പോസഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ, ഈ ഭീകര മൃഗം അതോടൊപ്പം ഒരു മനുഷ്യനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ കണ്ട് എങ്ങനെ അവർ ഭയപ്പെടും? ഫെറോഷ്യസ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റനിങ് ആൻഡ് വയലന്റ്, ക്രൂരമായ, പേടിപ്പെടുത്തുന്ന ആ ഭീകര മൃഗം അതോടൊപ്പം ഒരു മനുഷ്യനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ കണ്ടിട്ട് എങ്ങനെ അവർ പെട്രിഫൈഡ്, പേടിച്ചു വിറക്കും? നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ഹാപ്പൻ. ആ മൃഗത്തോടൊപ്പം ഒരു മനുഷ്യനെ കാണിക്കാൻ, അത് സംഭവിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഫിലിം ചിത്രീകരിക്കാൻ കഴിയില്ല. മിസ്റ്റർ തോറത്ത് ഫൗണ്ട് എ സൊല്യൂഷൻ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം മിസ്റ്റർ തോറത്ത് നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ടൈഗറിൻ്റെ കഴുത്തിൽ ഞാനൊരു വയറ് ബന്ധിക്കും. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ആ വയർ വളരെ നേരിയതായിരിക്കും, തിന്നായിരിക്കും, ബട്ട് സ്ട്രോങ്, എന്നാൽ നല്ല ഉറപ്പുള്ളതുമായിരിക്കും, അദ്ദേഹം പറഞ്ഞു. ഇഫ് ദ വയർ വാസ് തിൻ എനഫ്, ആ വയർ വേണ്ടത്ര കട്ടി കുറഞ്ഞതാണെങ്കിൽ, പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ഒരുപക്ഷെ ക്യാമറയിൽ അത് കാണാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ല. ക്യാമറയിൽ അത് പതിഞ്ഞെന്ന് വരില്ല. ഇൻവിസിബിൾ, ഇംപോസിബിൾ ടു സീ, കാണാൻ കഴിയാത്തതായിരിക്കും. But it was likely that the hair on the tiger's neck would be flattened by the wire. പക്ഷേ വയർ കാണില്ല എങ്കിലും ആ വയർ ടൈഗറിൻ്റെ കഴുത്തിലെ രോമം ആകെ ഫ്ലാറ്റ് ആക്കും. അത് ആകെ ചാഞ്ഞ ഒരവസ്ഥയിൽ അതിൻ്റെ രോമങ്ങളെ മാറ്റി തീർക്കും. വിച്ച് വുഡ് ഗിവ് ദ ഹോൾ തിങ് അവേ. അത് കാര്യങ്ങളാകെ കുഴപ്പത്തിലാക്കും. കഴുത്തിൽ ഒരു വയറ് കെട്ടിയത്, ആ വയർ ക്യാമറയിൽ കാണില്ലെങ്കിലും ടൈഗറിൻ്റെ കഴുത്തിലെ രോമമെല്ലാം പതിഞ്ഞു കിടക്കുന്നത്, ചാഞ്ഞു കിടക്കുന്നത് കാണപ്പെട്ടേക്കാം. അതാകെ കുഴപ്പമാക്കും. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വെച്ചു. വാട്ട് ഇഫ് യു ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? ടൈഗർ സ്കിൻ, ടൈഗറിൻ്റെ രോമം പോലെ ഉള്ള അതേ രൂപത്തിലുള്ള ഒരു ടൈഗർ സ്കിൻ കൊണ്ട് ഒരു കോളർ നിർമ്മിച്ചാൽ, ഒരു പട്ട, സ്ട്രാപ്പ് നിർമ്മിച്ചാൽ എങ്ങനെയിരിക്കും? എന്നിട്ട് ഫിക്സ് ദ വയർ ടു ദിസ് കോളർ. ടൈഗറിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന ആ വയറ് ഈ കോളറിലേക്ക് ഫിക്സ് ചെയ്യുക, ബന്ധിപ്പിക്കുക. ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. എന്നിട്ട് ആ കോളർ ടൈഗറിൻ്റെ കഴുത്തിൽ ബന്ധിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും? ഐ സെറ്റ്, ഞാൻ എൻ്റെ നിർദ്ദേശം പറഞ്ഞു. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടൻഗ്രാം, നോട്ടൻഗ്രാം എന്ന ഒരു ഗ്രാമത്തിൽ വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ്. ഞങ്ങൾ അനുയോജ്യമായ ഒരു ബാംബു ഗ്രോവ്, ഒരു മുളം കാട് കണ്ടെത്തി. ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ബഗ ആൻഡ് ദി അപ്പിയറൻസ് ഓഫ് ദി ടൈഗർ. ഗോപിയും ബഗയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന രംഗം ചിത്രീകരിക്കാനും അതുപോലെ തന്നെ ആൻഡ് ദി അപ്പിയറൻസ് ഓഫ് ദി ടൈഗർ, ടൈഗർ പ്രത്യക്ഷപ്പെടുന്ന രംഗം ഫിലിം ചെയ്യാൻ, അത് പകർത്താനും ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. മിസ്റ്റർ തോറത്ത് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. മിസ്റ്റർ തോറത്ത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, ആ സ്ഥലത്ത് എത്തിച്ചേർന്നു വിത്ത് എ ടൈഗർ, ടൈഗറെയും കൊണ്ട്. There were about 25 people in the location. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞങ്ങൾ ഏകദേശം 25 ആളുകൾ ഉണ്ടായിരുന്നു. A few local people took our permission to go with us. ഏതാനും ഗ്രാമീണരും, ലോക്കൽ പീപ്പിൾ, അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരും ഞങ്ങളുടെ അനുമതി വാങ്ങി ഞങ്ങളോടൊപ്പം അവിടെ വരാൻ. ടു വാച്ച് ഹൗ വി ടാക്കിൾഡ് ദ ടൈഗർ. ഞങ്ങൾ എങ്ങനെയാണ് ഈ ടൈഗറെ കൈകാര്യം ചെയ്യുന്നത്, സമർത്ഥമായി
കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടി അവരും ഗ്രാമീണരും വന്നു എന്നർത്ഥം. ടാക്കിൾ, ഡീൽ വിത്ത് ഓർ ഹാൻഡിൽ, കൈകാര്യം ചെയ്യുക. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ലോറിയിലെ കടുവയുടെ കൂട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, മൂടിയിട്ടുണ്ടായിരുന്നു. വെൻ ദ കവർ വാസ് റിമൂവ്ഡ്, ആ കവർ മാറ്റിയപ്പോൾ we were surprised to see not one but two well-fed and robust tigers. രണ്ട് കടുവകളെ, ഒന്നല്ല ഒന്നിന് പകരം രണ്ട് കടുവകളെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഏത് തരത്തിലുള്ള കടുവകളായിരുന്നത്? വെൽഫെഡ്, നല്ല തടിയുള്ള, ആൻഡ് റോബസ്റ്റ്, നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി, നല്ല ശക്തിയുള്ള, ആരോഗ്യമുള്ള രണ്ട് കടുവകളെ കണ്ട് ഞങ്ങൾ സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടു. I decided to play it safe. ഞാൻ മുൻകരുതലെടുക്കാൻ തീരുമാനിച്ചതാണ്. മിസ്റ്റർ തോർ എക്സ്പ്ലെയിൻഡ്. അദ്ദേഹം വിശദീകരിച്ചു. If one doesn't get it right, we can use the other. ഒരു കടുവ നാം ഉദ്ദേശിച്ച പോലെ പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് മറ്റൊരെണ്ണത്തെ ഉപയോഗിക്കാം. അതിനാണ് ഞാൻ രണ്ടെണ്ണം കൊണ്ടുവന്നത്, മുൻകരുതൽ എടുത്തതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. We mounted the camera on a tripod. ഞങ്ങൾ അങ്ങനെ ക്യാമറയെല്ലാം ഫിക്സ് ചെയ്തു അതിൻ്റെ സ്റ്റാൻഡിൽ. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് വിത്ത് 3 legs, 3 കാലുള്ള അതിൻ്റെ സ്റ്റാൻഡിൽ ക്യാമറയെല്ലാം ഫിക്സ് ചെയ്തു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദി ബാംബു ഗ്രോവ്. ബാംബു ഗ്രോവിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ ക്യാമറയുടെ മുഖം തിരിച്ചു വെച്ച് ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. ദി ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ്. ഓഡിയൻസിനോട്, കാഴ്ചക്കാരോട് ഞങ്ങൾ നിർദ്ദേശിച്ചു to get behind the camera and so stand as far back as possible. ക്യാമറയ്ക്ക് പിറകിൽ എത്ര അകലത്തേക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുവോ അത്രയും അകലെ മാറി നിൽക്കണം എന്നൊക്കെ അവരോട് ഞങ്ങൾ നിർദ്ദേശം നൽകി. We had to stay relatively close to the bamboo grove. ഞങ്ങൾക്ക് ബാംബു ഗ്രോവിനോട്, ആ മുളങ്കാടിനോട് എത്രത്തോളം ക്ലോസ് ചെയ്ത് ചേർന്ന് നിൽക്കാൻ സാധിക്കുമോ അത്രയും നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആൻഡ് ഗൂബി ആൻഡ് ബഗ ടു ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദി ക്യാമറ. ഗൂബിയും ബഗയും ക്യാമറയുടെ ഏതാനും വാര അകലത്ത്, അതിനകത്ത് അവരും നിൽക്കണമെന്ന് തീരുമാനിച്ചു. കാരണം ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഷോട്ട്. ഒരു ഷോട്ടെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ ഒരു ഷോട്ടിൽ that showed them together with the tiger. ഗൂബിയും ബഗയും ടൈഗറോട് ഒത്തു ചേർന്ന് നിൽക്കുന്ന ഒരു ഷോട്ടെങ്കിലും വേണം. അതിന് അവർ രണ്ടുപേരും ക്യാമറയുടെ ഏതാനും യാർഡ്സ്, വാരകൾക്കുള്ളിൽ നിൽക്കണം. മാത്രമല്ല കഴിവതും ബാംബു ഗ്രോവിനോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഷൂട്ടിംഗ് തയ്യാറായി നിന്നു. മിസ്റ്റർ തോറത്സ് men had fixed a 5-foot iron rod to the ground. തോറത്തിന്റെ ആളുകൾ 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ഡെടുത്ത് തറയിലേക്ക് ഒരു കുറ്റി പോലെ ഉറപ്പിച്ചു. About 30 feet from the area where the tiger was supposed to take a walk. എവിടെയാണത് ഉറപ്പിച്ചത്? എവിടെയാണോ ടൈഗർ നടക്കേണ്ടത്, എവിടെ ടൈഗർ നടക്കണമെന്നായിരുന്നോ അവരുടെ ആവശ്യം, ആ സ്ഥലത്ത് നിന്ന് 30 അടി മാറ്റിയാണ് ആ കുറ്റി ഉറപ്പിച്ചത്. They took a thin long wire. ശേഷം അവർ നീളമുള്ള, വളരെ തിന്നായ, നേരിയ, കനം കുറഞ്ഞ ഒരു ഇരുമ്പ് വയറെടുത്തു. ആൻഡ് ഫിക്സ്ഡ് one end to the collar made of the tiger skin that the tiger was already wearing. എന്നിട്ട് ആ ഇരുമ്പ് വയറിന്റെ ഒരറ്റം ടൈഗർ അതിൻ്റെ കഴുത്തിൽ നേരത്തെ അണിഞ്ഞിട്ടുണ്ടായിരുന്ന ടൈഗർ സ്കിൻ കൊണ്ടുണ്ടാക്കിയ ഒരു കോളർ, ഒരു പട്ട ഉണ്ടായിരുന്നു, അതിലേക്ക് ഈ വയറിന്റെ ഒരറ്റം ബന്ധിപ്പിച്ചു. The other end was tied firmly to the visible portion of the iron rod. ആ വയറിന്റെ അതർ എൻഡ്, മറ്റേ അറ്റം വളരെ ശക്തമായിട്ട് അവർ ബന്ധിപ്പിച്ചത് ഈ അയൺ റോഡിലേക്കാണ്. ഭൂമിയിലേക്ക് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന ആ ഇരുമ്പ് കുറ്റിയുടെ വിസിബിൾ പോർഷൻ, പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് മറ്റേ അറ്റവും ബന്ധിപ്പിച്ചു. അതായത് ഇപ്പോൾ കടുവ ഒരു ഇരുമ്പ് കുറ്റിയിൽ കെട്ടിയിട്ട പോലെ ഒരവസ്ഥയിലാണ്. The door of one of the cages was unfastened. 2 കൂടുകൾ ഉണ്ടായിരുന്ന അതിൽ ഒരു കൂടിന്റെ, one of the cages, ഒരു കൂടിന്റെ door was unfastened, unlocked. അത്
ലോക്ക് മാറ്റി അത് തുറന്നു. ആൻഡ് മിസ്റ്റർ തോറത്ത് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ. എന്നിട്ട് മിസ്റ്റർ തോറത്ത് ടൈഗറെ പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ്. കടുവ ആ വിളി കേട്ട ഉടനെ തന്നെ പ്രതികരിച്ചു. അറ്റ് വൺസ്, ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ ആ വിളിക്ക് കടുവ പ്രതികരിച്ചു. എങ്ങനെയാണ് പ്രതികരിച്ചത്? സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ദ ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. കൂടിന് പുറത്തുണ്ടായിരുന്ന തുറസായ സ്ഥലത്തേക്ക് അത് സ്പ്രാങ് ഔട്ട്, ജംപ്ഡ് ഔട്ട്, കുതിച്ച് ചാടിക്കൊണ്ട്, വിളി കേട്ട ഉടനെ തന്നെ പുറത്തേക്ക് കടുവ എടുത്തു ചാടി എന്നർത്ഥം. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതിനുശേഷം പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോറത്ത്സ് startled and helpless face told us that he was as taken aback as the rest of us. One look at Mr. Thorat's startled and helpless face. മിസ്റ്റർ തോറത്തിന്റെ മുഖം ഇപ്പോൾ കണ്ടാൽ അവിടെ ഉണ്ടായിരുന്ന ആ മുഖത്തുണ്ടായിരുന്ന ഭാവം, ലുക്ക്, സ്റ്റാർട്ടിൽഡ്, ഷോക്ക്ഡ് ആയിരുന്നു. ആൻഡ് ഹെൽപ്ലെസ്, നിസ്സഹായ അവസ്ഥയുമായിരുന്നു. അദ്ദേഹം ആകെ ഞെട്ടി പേടിച്ചിരിക്കുകയാണ്. ആ മുഖഭാവം ടോൾഡസ്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, that he was as taken aback as the rest of us. അദ്ദേഹവും ഞങ്ങൾ ബാക്കിയുള്ള മറ്റുള്ളവരെ പോലെ തന്നെ ടേക്കൺ അബാക്ക് ആണ്. ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബാണ്. ഫ്രൈറ്റൻഡ്, ഷോക്ക്ഡ് എന്നൊക്കെ അർത്ഥം. അദ്ദേഹവും ഞങ്ങളെപ്പോലെ പേടിച്ച് ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നർത്ഥം. എന്താ ഇതിന് കാരണം? ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, വളരെ മാന്യമായിട്ട്, വളരെ ശാന്തമായിട്ട് നടക്കുന്നതിന് പകരം, സെഡേറ്റ്ലി മീൻസ് കാംലി, ശാന്തമായിട്ട് നടക്കുന്നതിന് പകരം, the tiger started prancing around with a tremendous enthusiasm. ആ കടുവ ചെയ്തത് വളരെ വർദ്ധിച്ച ഒരു ആവേശം, ഒരു കുതിപ്പോട് കൂടി അവിടെ ആകെ കുതിച്ച് ചാടുന്ന ഒരവസ്ഥയാണ് കാഴ്ചവെച്ചത്. The tiger started prancing. Prancing means move with high steps. പിൻകാലുകൾ ഉയർത്തി പൊക്കി കുതിച്ച് ചാടുക. ഇതെല്ലാമാണ് അവിടെ കാഴ്ചവെച്ചത്. ഇതുകൊണ്ടാണ് കാഴ്ചക്കാരും ആ ട്രെയിനർ മിസ്റ്റർ തോറത്തും എല്ലാം തന്നെ സ്റ്റാർട്ടിലായി നിൽക്കുന്നത്. ട്രമെൻഡസ് മീൻസ് വെരി ഗ്രേറ്റ്. എന്തൂസിയാസം എവിടെ? ഇൻട്രസ്റ്റ്, പാഷൻ, എന്തോ ഒരു വർദ്ധിച്ച ആവേശത്തോടു കൂടി എന്ന പോലെ കടുവ കിടന്ന് കുതിച്ചു ചാടുകയായിരുന്നു. എന്തൊക്കെയാ അത് ചെയ്ത് നോക്കാം. ഇറ്റ് ലീപ്ഡ്. ലീപ്ഡ് മീൻസ് ജംപ്ഡ് സഡൻലി എന്ന് വെച്ചാൽ നിന്നിടത്ത് നിന്ന് തന്നെ പൊങ്ങിച്ചാടി. ഇറ്റ് ജംപ്ഡ്, മുന്നോട്ട് ചാടി. ഇറ്റ് റോൾഡ് അബൌട്ട്, അത് കിടന്ന് ഉരുണ്ടു, മണ്ണിൽ കിടന്ന് ഉരുണ്ടു. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഡ്രാഗിങ് ഇറ്റ്സ് പോർ ട്രെയിനർ, ആ കടുവയുടെ പാവം ട്രെയിനറെയും വലിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അത് വലിക്കുന്നത്? കാരണം ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ, വളരെ അപകടകരമാം വിധം, വളരെ ഡേഞ്ചറസ് ആയിട്ട്, വളരെ ഡെസ്പറേറ്റ് ആയിട്ട്, പരിതാപകരമാം വിധം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അത് ഹോൾഡിങ്, പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ട്രെയിനർ പിടിച്ചിരുന്നു. ദ വയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ, ടൈഗറുടെ കഴുത്തിൽ അണിയിച്ചിരുന്ന ആ കോളറിലേക്ക് ബന്ധിപ്പിച്ചിരുന്ന ആ വയർ ഈ ട്രെയിനർ മിസ്റ്റർ തോറത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ തോറത്തിനെയും വലിച്ചിഴച്ചുകൊണ്ട്, ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് കടുവ ഇതെല്ലാം ഇവിടെ പ്രവർത്തിച്ചത്. എന്തിനാണ് ഇദ്ദേഹം ഇപ്പോഴും ഈ വയർ പിടിച്ചുകൊണ്ടിരുന്നത്? ഇൻ എ ഫ്യൂറ്റൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ, ആ കടുവയെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്ങനത്തെ ശ്രമമായിരുന്നത്? ഫ്യൂറ്റൈൽ അറ്റംപ്റ്റ്. ഫ്യൂറ്റൈൽ മീൻസ് യൂസ്ലെസ്, നിഷ്ഫല ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി, ഞങ്ങളെല്ലാവരും ചുറ്റും അങ്ങനെ ഫൂളിഷായിട്ട്, വിഡ്ഢികളെ പോലെ നിന്നു. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്, പുതിയ വിചിത്രമായ ഒരുതരം സർക്കസ് കാണുന്ന പോലെ. വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ, ആ സർക്കസ് ഞങ്ങൾ ഫ്രീ ആയിട്ട്, ഒരു ഫ്രീ ഷോ കാണുന്ന പോലെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs. ക്യാമറ അപ്പോഴും അതിൻ്റെ ആ ട്രൈപോഡ്, 3 legs സ്റ്റാൻഡ്, അതിൽ നിൽക്കുകയായിരുന്നു. സ്റ്റെയറിംഗ് ഇൻ ടു ദ വുഡ്സ്, ആ വനത്തിലേക്കും മുഖം തിരിച്ചുകൊണ്ട്,
സ്റ്റെയറിംഗ് മീൻസ് ലുക്കിംഗ് എന്ന് വെച്ചാൽ ക്യാമറ ഇപ്പോഴും വനത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ട്രൈപോഡിൽ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദേർ. പക്ഷെ ക്യാമറയുടെ ഭാഗത്തേക്കൊന്നും ടൈഗർ വരുന്ന ഒരു ലക്ഷണവും കാണിച്ചില്ല. വൺസ് ദ ടൈഗർ ഹാഡ് കം ഡൗൺ, കുറച്ചു കഴിഞ്ഞ് ടൈഗർ ശാന്തമായപ്പോൾ, വി മാനേജ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്, ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന ഏതാനും ഷോട്ടുകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇതാകേണ്ടതായിരുന്നു ഈ കഥയുടെ അവസാനം. എന്ന് വെച്ചാൽ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല എന്നർത്ഥം. എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് എ ടൈഗർ, അങ്ങനെ എല്ലാം കഴിഞ്ഞെന്ന് കരുതി ഞങ്ങൾ കൽക്കത്തയിൽ തിരിച്ചെത്തി ഷൂട്ട് ചെയ്ത സീൻസ് എല്ലാം തന്നെ അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ, വി റിയലൈസ്ഡ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ക്യാമറ വേണ്ട വിധം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത്. വളരെ കഷ്ടപ്പെട്ടാണ് നാം എല്ലാം ഷൂട്ട് ചെയ്തത്. എല്ലാം ഭംഗിയായിരിക്കും, ആവശ്യമുള്ള ഏതാനും ഷോട്ടുകൾ നമുക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ കരുതി ഷൂട്ടിംഗ് അവസാനിച്ച് കൽക്കട്ടയിൽ തിരിച്ചെത്തി ഷൂട്ട് ചെയ്ത സീൻസ്, രംഗങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ക്യാമറ വേണ്ട വിധം പ്രവർത്തിച്ചില്ല എന്നുള്ള അവസ്ഥ. എന്തായിരുന്നു പ്രശ്നം? ദ ഷോട്ട്സ് വെർ ടു ഡാർക്ക്. എടുത്ത ഷോട്ടുകളെല്ലാം തന്നെ വളരെ ഇരുണ്ടതായിരുന്നു. എത്രത്തോളം? so much so that the tiger was merging almost completely with the background of the trees and the leaves. ഓരോ സീനിലെയും ചിത്രത്തിലെയും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മരങ്ങളും ഇലകളും അതിലേക്ക് നമ്മുടെ കടുവയും അങ്ങ് മേർജ് ചെയ്ത പോലെ, മേർജ് മീൻസ് മിക്സ് ആയ പോലെ, ചേർന്ന പോലെ എന്ന് വെച്ചാൽ മരങ്ങളേത്, ഇലകളേത്, കടുവ ഏത് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൂടിക്കലർന്നുകൊണ്ട് ഇരുണ്ട ചിത്രങ്ങളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. വേണ്ടത്ര ലൈറ്റിംഗ് ഉണ്ടായില്ല, ക്യാമറ വേണ്ട വിധം പ്രവർത്തിച്ചില്ല എന്നർത്ഥം. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗൈൻ. ഈ ഷൂട്ട് ചെയ്ത എല്ലാ സീൻസും, രംഗങ്ങളും വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോറത്ത്. ഞങ്ങൾ ഈ കാര്യം മിസ്റ്റർ തോറത്തിനെ കണ്ട് സംസാരിച്ചു. ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ശ്രമം നടത്താൻ അദ്ദേഹം സമ്മതിച്ചു. ഗിവ് ഇറ്റ് അനദർ ഗോ. ഗോ മീൻസ് ട്രൈ. മറ്റൊരു ശ്രമം നടത്താൻ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ വി ഫൗണ്ട് അനദർ ബാംബു ഗ്രോ ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബൊറാൽ. ഇപ്രാവശ്യം ഞങ്ങൾ കൽക്കട്ടയ്ക്ക് വളരെ അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലെ ബാംബു ഗ്രോവ്, ഒരു മുളം കാട് കണ്ടെത്തി. ആ വില്ലേജ്, അതിൻ്റെ പേര് ബൊറാൽ എന്നായിരുന്നു. നേരത്തെ നാം പോയത് കുറച്ച് അകലെയുള്ള നോട്ടൺ ഗ്രാം എന്നുള്ള വില്ലേജിലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കൽക്കട്ടയോട് വളരെ അടുത്തുള്ള ബൊറാൽ എന്നുള്ള ഒരു വില്ലേജിലാണ് രണ്ടാമത്തെ ഷൂട്ടിംഗ് നടക്കുന്നത്. വിദ്യാർത്ഥികൾ ഓരോ വില്ലേജിലെയും എന്ന് വെച്ചാൽ ഈ മെമ്മോയിൽ 2 ഷൂട്ടിംഗ് രംഗങ്ങളാണ് വിശദീകരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും നെറേറ്റീവായിട്ടും ഒക്കെ. 2 ഗ്രാമത്തിലെയും ഷൂട്ടിംഗ് രംഗങ്ങളെ വിശദീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നോട്ടൺ ഗ്രാമിൽ എന്ത് സംഭവിച്ചു, ഇപ്പോൾ ബൊറാൽ ഗ്രാമത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വിശദീകരിക്കണം. ഏതായാലും രണ്ടാമത്തെ അറ്റംപ്റ്റ് നടക്കുന്നത് ഇൻ എ വില്ലേജ് വിച്ച് ഈസ് ക്ലോസർ ടു കൽക്കട്ട. കൽക്കട്ടയ്ക്ക് വളരെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്, കോൾഡ് ബൊറാൽ. ബൊറാൽ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ഒരിക്കൽ കൂടെ ലോറി അവിടെ എത്തിച്ചേർന്നു. വിത്ത് മിസ്റ്റർ തോറത്ത്. മിസ്റ്റർ തോറത്തിനോടൊപ്പം തന്നെ ദ ടൈഗർ, കടുവകളെത്തി. ദ സ്റ്റീൽ വയർ, നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ആ ഇരുമ്പ് വയറെത്തി. ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദി അയൺ റോഡ്, പ്രത്യേകമായിട്ട് അവർ ഉണ്ടാക്കിയ ആ ടൈഗർ സ്കിൻ കോളർ, അതുപോലെ തന്നെ ഇരുമ്പ് ദണ്ട്, കുറ്റി, ഇതെല്ലാം സാധന സാമഗ്രികളെല്ലാം പഴയ പോലെ ഈ ഗ്രാമത്തിലും എത്തിച്ചേർന്നു. ആൻഡ് വിത്ത് എ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. പക്ഷെ ഈ ഗ്രാമത്തിൽ എത്തിയപ്പോൾ കടുവയെ കൊണ്ടുവന്ന ലോറിയോടൊപ്പം ഗ്രാമം മൊത്തം വന്ന പോലെയായിരുന്നു. ഗ്രാമീണർ ഒന്നിച്ച് ഷൂട്ടിംഗ് കാണാൻ എത്തി എന്നർത്ഥം. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഞങ്ങൾ ഗ്രാമീണരോട് പറഞ്ഞു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 70 അടിയെങ്കിലും മാറി നിൽക്കണമെന്ന് പറഞ്ഞു.
No one paid any attention to what they were told. എന്നാൽ അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവർ ശ്രദ്ധിച്ചില്ല. No one paid any attention. ആരും ശ്രദ്ധ കൊടുത്തില്ല അവരോട് പറയപ്പെട്ട കാര്യത്തിലേക്ക്. The entire crowd moved as close to the camera as they could. ക്രൗഡ്, ജനക്കൂട്ടം മുഴുവനും നീങ്ങി നിന്നു ക്യാമറയുടെ അടുത്തേക്ക്. എത്രത്തോളം അവർക്ക് അടുത്ത് നിൽക്കാൻ കഴിയുന്നു അത്രത്തോളം അവർ ക്യാമറയ്ക്ക് ചേർന്ന് നിന്നു. അവരോട് 70 അടി മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവരാരും ശ്രദ്ധ കൊടുത്തതേ ഇല്ല. We could not afford to waste any more time explaining and arguing. ഈ ഗ്രാമീണരുമായിട്ട് തർക്കിച്ചുകൊണ്ടും എക്സ്പ്ലെയിനിങ്, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തുകൊണ്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. വി കുഡ് നോട്ട് എഫോർഡ് ടു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. എനി മോർ ടൈം. സോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ തർക്കിക്കാനും വാദിക്കാനും നിന്നില്ല. വി ഗോട്ട് ദ ക്യാമറ റെഡി. ഞങ്ങൾ ക്യാമറ റെഡിയാക്കി. ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തോറത്ത്. എന്നിട്ട് മിസ്റ്റർ തോറത്തിന് സിഗ്നൽ നൽകി. എന്തിനാണ് അദ്ദേഹത്തിന് സിഗ്നൽ നൽകുന്നത്? കടുവയുടെ കൂട് തുറന്ന് കടുവയെ പുറത്തിറക്കാനുള്ള സിഗ്നൽ നൽകി. He opened the door of the cage. മിസ്റ്റർ തോറത്ത് ആ കൂടിന്റെ വാതിൽ തുറന്നു. The instant the door opened with a clang. ഒരു ക്ലാങ് ശബ്ദത്തോടു കൂടി ആ വാതിൽ തുറന്ന അതേ നിമിഷം, ഇൻസ്റ്റന്റ്, മൊമെന്റ്, നിമിഷം, our tiger emerged with a loud roar. വളരെ ഉയർന്ന ഒരു അലർച്ച ശബ്ദത്തോടു കൂടി നമ്മുടെ കടുവ അവിടെ എഴുന്നേറ്റ് നിന്നു പ്രത്യക്ഷപ്പെട്ടു. Emerged, appeared, പ്രത്യക്ഷപ്പെട്ടു. And charged straight at the villagers gathered behind the camera. എന്നിട്ട് ക്യാമറയ്ക്ക് പിറകിൽ ഒരുമിച്ച് കൂടിയിരുന്ന ഗ്രാമീണർ അവർക്ക് നേരെ കുതിച്ചു ചാടി. ചാർജ്ഡ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ കുതിച്ചു നീങ്ങി. ഇവിടെ 2 പദങ്ങൾ ശ്രദ്ധിക്കുക, ക്ലാങ് ആൻഡ് റോർ. ഇവ രണ്ടും അവയുടെ ശബ്ദം കൊണ്ട് തന്നെ മീനിങ് സൂചിപ്പിക്കപ്പെടുന്ന പദങ്ങളാണ്. ക്ലാങ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അതുപോലുള്ള മറ്റ് മെറ്റൽ ലോഹങ്ങളൊക്കെ കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, ക്ലാങ് ശബ്ദം. അതുപോലെ തന്നെ റോർ, ലയൺ, ടൈഗർ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്ന അലർച്ച ശബ്ദം. ഇത്തരം പദപ്രയോഗങ്ങൾ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഓണമറ്റോപ്പിയ എന്നാണ് ആ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ പേര്. ഇത്തരം പദങ്ങൾക്ക് ഓണമാറ്റോപ്പിയ വേർഡ്സ് എന്നും പറയും. ഉദാഹരണത്തിന് ക്ലാങ്, റോർ, ഹിസ് എന്നൊക്കെ. ഹിസ് നമ്മൾ പഠിച്ചതാണ്, കോബ്ര ഉണ്ടാക്കുന്ന ആ ശീൽക്കാര ശബ്ദം, ഹിസ്സിങ് സൗണ്ട്. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ. ആ ഗ്രാമീണരുടെ ആ ജനക്കൂട്ടം, ക്രൗഡ്, ജനക്കൂട്ടം, ഏകദേശം 150ഓളം ആളുകൾ ഉണ്ടായിരുന്ന ആ ജനക്കൂട്ടം മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. ഒരു മാജിക്കിൽ എന്ന പോലെ അപ്രത്യക്ഷരായി. ഒരു മജീഷ്യൻ തൻ്റെ പ്രകടനത്തിൽ വസ്തുക്കളൊക്കെ അപ്രത്യക്ഷമാക്കുന്ന പോലെ ആ ജനക്കൂട്ടം പെട്ടെന്ന് അവിടുന്ന് ഡിസപ്പിയർഡ്. കടുവ അവർക്ക് നേരെ കുതിച്ചപ്പോൾ അവരെല്ലാം പേടിച്ച് സ്ഥലം അവിടം വിട്ടുപോയി എന്നർത്ഥം. മെൽറ്റഡ് അവേ എന്ന് പറഞ്ഞാൽ ഉരുകിപ്പോയി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഡിസപ്പിയർഡ്, അപ്രത്യക്ഷരായി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി. ഈ ഗ്രാമീണർക്ക് നേരെ കുതിച്ച് ഒരു എനർജി ബേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കടുവ അതിൻ്റെ ഒരു ഊർജം ഇപ്പോൾ ഇവിടെ ചെലവഴിച്ചു. ബേസ്റ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഊർജ വിസ്ഫോടനം നടത്തി എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഒരു കുതിപ്പും കിതപ്പും എല്ലാം ഉണ്ടാക്കി. അതിനുശേഷം ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. കടുവ വളരെ പെട്ടെന്ന് തന്നെ ശാന്തമായി. പിന്നീട് ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, വളരെ അനുസരണയുള്ള ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെപ്പോലെ ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൻ. ഞങ്ങൾ തിരഞ്ഞെടുത്ത ആ സ്ഥലത്തേക്ക് അത് നടന്നെടുക്കുകയും ചെയ്തു. ശേഷം പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു. എങ്ങനെയൊക്കെയാണോ അത് നടക്കേണ്ടി ഉണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിൽ ആ കടുവ നടക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം, അതുപോലെയൊക്കെ വളരെ ക്വയറ്റ്ലി, ശാന്തമായിട്ട്, പേസ്ഡ് മീൻസ് വാക്ക്ഡ്, അത് നടക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. അതിൻ്റെ ട്രെയിനറുടെ അടുത്തേക്ക് അത് തിരിച്ചു പോവുകയും ചെയ്തു. ആംബിൾഡ്, വാക്ക്ഡ് സ്ലോലി, വളരെ ശാന്തമായിട്ട് നടന്ന് അതിൻ്റെ ട്രെയിനർ മിസ്റ്റർ തോറത്തിൻ്റെ അരികിലേക്ക് പോവുകയും ചെയ്തു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഈ പ്രാവശ്യം ക്യാമറയും നന്നായി പ്രവർത്തിച്ചു.
ബിഹേവ്ഡ് മീൻസ് പെർഫോംഡ് വെൽ, നന്നായി പ്രവർത്തിച്ചു. വിച്ച് വി റിയലൈസ്ഡ് 2 days later, അത് ഞങ്ങൾക്ക് ബോധ്യമായി 2 ദിവസങ്ങൾക്ക് ശേഷം. വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാ രംഗങ്ങളും ഞങ്ങൾ കൽക്കട്ടയിൽ തിരിച്ചെത്തി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാവശ്യം ക്യാമറയും ചതിച്ചിട്ടില്ല, ക്യാമറയും നന്നായി പ്രവർത്തിച്ചു എന്നുള്ളത് 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്ന് വെച്ചാൽ എല്ലാ സീൻസും വളരെ ക്ലിയർ ആയിരുന്നു, നേരത്തെ പോലെ ഡാർക്ക് ആയിരുന്നില്ല എന്നർത്ഥം. ഇത്രയുമാണ് പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള ഈ അധ്യായത്തിൻ്റെ വിശദീകരണങ്ങൾ. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. 1, സത്യജിത് റേയുടെ ഹോളിവുഡ് അനുഭവങ്ങൾ, ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം കണ്ട മൃഗങ്ങൾ ഉൾപ്പെടുന്ന സിനിമ ഷൂട്ടിംഗ്, ഈ കാര്യങ്ങൾ ഓർക്കുക. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം, ടൈഗർ ഉൾപ്പെടുന്ന ഷൂട്ടിംഗ് രംഗങ്ങൾ. 2 ഷൂട്ടിംഗ് രംഗങ്ങളാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ അറ്റം നോട്ടൺ ഗ്രാമിൽ നടന്ന പരാജയപ്പെട്ട ആ ശ്രമം, അതിൻ്റെ പ്രത്യേകതകൾ, അവിടെ ടൈഗറുടെ ബിഹേവിയർ, ഇതെല്ലാം വിദ്യാർത്ഥികൾ ഓർമ്മിച്ച് പഠിക്കുക. 2ാമത്തെ അറ്റംപ്റ്റ് അത് നടക്കുന്നത് ബൊറാൽ വില്ലേജിൽ, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും ഓർത്തു വെക്കുക. ഈ വിശദീകരണം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും, ഇഷ്ടപ്പെട്ടിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.